ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ എൻ്റെ വീടിൻ്റെ പരിസരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ തൊടിയായിട്ടാണ്. തൊടിയിൽ കുറേ കവുങ്ങും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടിയിട്ട് കാണും, പിന്നെ ഇങ്ങനെയൊക്കെ ആയിക്കാണ്ട് ഒഴിവായി പോയിട്ടാണ്. ഇല്ലാതായിപ്പോയി. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ തോടൊക്കെ ഉണ്ട്, പാടൊക്കെ ഉണ്ടായിരുന്നു. പാടൊക്കെ അടുത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് ഇത് തോടാക്കി. ഈ തോട് കഴിഞ്ഞ ശേഷം പാടമാണ്. പണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊക്കെ ഒരു കഥയാണ്. ഇപ്പോൾ തോട്ടിലൊക്കെ ആരും കുളിക്കലൊന്നുമില്ല. തോടിൽ ഇപ്പോൾ ഇതിൻ്റെ പകുതി വെള്ളം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പൈപ്പൊക്കെ പോകണ അവിടെ അത്ര വരെ വെള്ളം ഉണ്ടാവും. നല്ല രസമാണ് കളിക്കാനും കുളിക്കാനും ഭയങ്കര രസമാണ്. ഇപ്പോൾ ആരും കുളിക്കലില്ല. കാരണം ഇപ്പോൾ വല്ലാതെ മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. വെള്ളം കൊണ്ട് നല്ല കുത്തി ഒലിച്ച് വരവൊക്കെ കുറവാണ്. വേസ്റ്റുകളൊക്കെ എല്ലാവരും വേസ്റ്റും അതുമൊക്കെ ഇട്ടിടും. പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് തോടൊക്കെ ആകെ ഇതായിരിക്കും. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിട്ട് ഞാനൊക്കെ ഇപ്പോഴും ചാടും കേട്ടോ. നല്ല വെള്ളം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ മോളെയും വലിയ മോളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വരാനൊന്നുമില്ല. ഇവിടെ അടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ. ഞങ്ങൾ മുറ്റം കഴിഞ്ഞാൽ തോടാട്ടോ. മുറ്റും തൊടിയും കഴിഞ്ഞാൽ പിന്നെ തോടാണ് വരുന്നത്. പിന്നെ അത് കാണിക്കാൻ പോകുന്നത് ഈ ഇത് നിങ്ങൾക്ക് സ്ലീപ്പറാട്ടോ. അതിവിടെ ഇങ്ങനെ ഞങ്ങൾ മതിലിന് ചുറ്റി നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ അമ്മിനിപ്പൂവ്, എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. അതാണ് അമ്മിനിപ്പൂവ് എന്ന് പറഞ്ഞ സാധനം. നല്ല രസമാട്ടോ. ഇത് എല്ലാവരും പറയും ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പടർന്ന് പിടിക്കുന്നു. സത്യമാണ്. ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം നന്നായിട്ട് കൊത്തി കളിച്ചപ്പോൾ ഒഴിവാക്കി. നമുക്കത് നന്നായിട്ട് വീണ്ടും വന്നതാണ്. പിന്നെ സൈഡ് ബുഷ് അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഫുള്ള് കാട് പോലെ ഇങ്ങനെ നന്നായിട്ട് തൊടി കെടുക്കണം കേട്ടോ. അവിടെയും ഇടയ്ക്ക് മുറിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കാണ്ട്. അപ്പോൾ നമ്മൾ തോടിൻ്റെ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ആർക്കും ഇതിന് പേര് എനിക്ക് എന്താ അറിയില്ല. പക്ഷെ പണ്ടൊക്കെ നമ്മളിതിങ്ങനെ കളിക്കും. തപ്പപ്പുഴു എന്നൊക്കെ പറയാണ്ട് ഇത് ഈ ഒരു പൂവ് ഒരു പുല്ലിൻ്റെ കേട്ടോ. ഇത് മൊയിലുകൾക്ക് കൊടുക്കേണ്ട എന്താ അറിയില്ല. മൊയിലുകൾക്കല്ല, ഈ പശുക്കൾ വയ്ക്കാനൊക്കെ തിന്നുന്നുണ്ട്. സാധനം എനിക്കറിയില്ല പേരൊന്നും. പക്ഷെ പണ്ടൊക്കെ ഇതിട്ട് ഭയങ്കര കളിയാണ്. തപ്പപ്പുഴാറാണ് എല്ലാവരും മേത്തും അങ്ങനെയൊക്കെ കൊണ്ടുപോയിടണം. അങ്ങനെയൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര രസമാണല്ലോ ഇതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഞാൻ എൻ്റെ മോളങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കാണിച്ചിട്ട് ഭയങ്കര രസമാണ്. പക്ഷെ നമുക്കൊരു കുട്ടികൾക്ക് അതൊരു അനുഭവമായിരിക്കും. കാരണം എൻ്റെ ഉമ്മോലൊക്കെ അങ്ങനെ ചെയ്തിനങ്ങനെ ഇതെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇത് നമ്മളെ ചേമ്പിൻ്റെ ഈ തോടിൻ്റെ സൈഡിലൊരു ചതുപ്പ് മാറിയിട്ട് നല്ല ഒരു വെള്ളം ഒരു ഇതായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ചതുപ്പ് പോലെ അങ്ങനെ. അപ്പോൾ ഈ ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഉണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങളെ ഈ തോടിൻ്റെ സൈഡിലൊക്കെ ഞങ്ങളമ്മ കുറേ ചേമ്പ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിനൊക്കെ പറഞ്ഞു പോയതാട്ടെ. പിന്നെ ചിലത് വെള്ളം വരുമ്പോൾ റോട്ടിൽ നിന്നൊക്കെ കുത്തി ഒലിക്കും. അപ്പോൾ ഒലിച്ചുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പോകും. പിന്നെ ഇത് നമ്മളെ ചെടി ഇഷ്ടപ്പെട്ട ചെടികൾ. പക്ഷെ ആരും നോക്കലില്ല. എല്ലാവരും കല്യാണം കഴിഞ്ഞപ്പോൾ ആരും നോക്കാനൊന്നിനില്ല. പക്ഷെ ഒരു ചെടി മാത്രം വേറെ ചെടിയുണ്ട്, പക്ഷെ ആരും നോക്കലില്ല. പക്ഷെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ വീഡിയോസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ചെറുങ്ങനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.